ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ഇന്നിപ്പോൾ പെരുന്നാളായിട്ട് രാവിലെ തന്നെ തൊട്ടിട്ടൊരു വ്ളോഗ് എടുക്കണമെന്നായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ പള്ളിക്ക് പോകുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ കടൻ ചോറും ചെമ്മീൻ കറിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പടപടച്ചുണ്ട് ഞങ്ങൾ. കാരണം 30 ദിവസം നോമ്പായിട്ട് 30 ദിവസം ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ 10ാം ക്ലാസ്സിലത്തെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് പെട്ടെന്നൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യണത്. എല്ലാവർക്കും കൂടി ഒന്നും കൂടാൻ പറ്റിയില്ല. എന്നാൽ ഫ്രീ ഉള്ളവർ കുറച്ച് എല്ലാവരും കൂടി ഇവിടെ ട്രിപ്പ് പോകാൻ വിചാരിച്ചു. ടെൻറ്റ് സ്റ്റേ ഒക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ ഞാൻ പേരൊപ്പം ടൂർ പോയാലാണ് ഞാൻ പിന്നെ പേര് കൂടെ എവിടേക്ക് ഇറങ്ങാനോ കാര്യങ്ങളോ പോയിട്ടില്ല. വല്ലപ്പോഴും ഇതേപോലെ മീറ്റപ്പോ കാര്യങ്ങളോ വെക്കാന്നല്ലാണ്ട് വേറെ ഒരു പരിപാടിക്ക് അവരുടെ കൂടെ ഞാൻ പോയിട്ടില്ല, സ്റ്റേ ചെയ്ത് നിന്നിട്ടില്ല. ഇതിലുള്ള പല ഗ്രൂപ്പും +1 +2 ഒരുമിച്ച് പഠിച്ചതാണ്, അല്ലെങ്കിൽ ഡിഗ്രി ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ ഓരോ ട്രിപ്പും കാര്യങ്ങളും സ്റ്റേജും ഒക്കെ കഴിഞ്ഞതാണ്. ഞാൻ മാത്രം ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴും കാണാമെന്നല്ലാണ്ട് വേറെ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് എല്ലാം തട്ടുകൂട്ടിയപ്പോൾ ഒരു സന്തോഷം, ഒരു എന്താ പറയുക, ഒരു ആവേശമൊക്കെ കയറി വന്നിട്ട് അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ കൂടിയേക്കാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരൊക്കെ പിക്ക് ചെയ്ത് കളക്ട് ചെയ്ത് വരികയാണ്. ഓരോ പെരുന്നാളും അല്ലെങ്കിൽ ഓരോ ബർത്ത്ഡേയ്സും അല്ലെങ്കിൽ ഓരോ കൊല്ലവും നമുക്ക് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്, പുതിയ സന്തോഷങ്ങൾ വരികയാണ്. അപ്പോൾ ഈ ട്രിപ്പ് നമ്മളൊന്ന് പൊളിക്കും. ഓക്കെ. അപ്പോൾ തസ്ലീമേ, എന്താണ് തോന്നുന്നത് ഇന്നത്തെ ട്രിപ്പിനെ പറ്റിയിട്ട്? ട്രിപ്പിനെ പറ്റിയിട്ട് എനിക്ക് വളരെയേറെ, ഞാൻ ഇവിടെ വന്നിട്ട് UAE വന്നിട്ട് ആദ്യമായിട്ടുള്ള ട്രിപ്പാണ്. അപ്പൊ അതിന്റേതായ പ്രതീക്ഷകളുണ്ട്. അതൊക്കെ നിറവേറ്റി തരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ വന്നിട്ട് 5-6 മാസം. അല്ല, ഞാൻ ദുബായിക്ക് വന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ. പ്രവാസിയുടെ GCCയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല, നമ്മളൊരു കൊല്ലം ആവാൻ പോണുള്ളൂ. അതൊക്കെ നിങ്ങൾ നിറവേറ്റണം. ഈ ട്രിപ്പിൽ എല്ലാം മറക്കാൻ പറ്റാത്ത ട്രിപ്പാക്കി തരണം. ശ്രീനേഷ്, ഈ ട്രിപ്പിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം. അത് മാത്രമേ പറയാനുള്ളൂ, വേറെ എന്തെങ്കിലും പറയടാ? നല്ല അഭിപ്രായം. തുടങ്ങിയിട്ടില്ലല്ലോ, തുടങ്ങാൻ. അടാ, ഈ ട്രിപ്പ് പോണതിനെ പറ്റിയിട്ട് ഒരു ഇത് പറയണ നീ. വേറൊന്നും പറയാല്ലേ? ട്രിപ്പിനെ പറ്റിയിട്ട് എന്താണ് നിന്റെ അഭിപ്രായം? അല്ല, ഈ പോണതിനെ പറ്റിയിട്ട് നിനക്ക് എന്ത് തോന്നുന്നു ഇപ്പൊ ഈ ഒരു അവസരത്തില്? കൊറേ കാലത്തിന് ശേഷം കണ്ടുകൊണ്ടിരുന്നല്ലേ, ഒരു ഉടായ്പുണ്ടാവും, എന്തേലൊക്കെ വല്ല വരും, അല്ലാണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ എന്തിനെപ്പോഴും വന്നേക്കണ ഷോപ്പിലേക്ക്? ഇവിടെ നമുക്ക് എടുക്കാനായിട്ട് ടെന്റ് എടുക്കാനേ. നമ്മളടുത്ത് ഓൾറെഡി ഇപ്പൊ 2 ടെന്റ് ഉണ്ട്. ഇനി ഒരു ടെന്റ് കൂടി എടുക്കണം. നമ്മള് നമ്മുടെ അടുത്ത ടീമോടെ നെക്സ്റ്റ് കൊല്ലം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ മീറ്റ് ചെയ്യാൻ പോവാണ്. മീറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ആക്ച്വലി ഡിസൈഡ് ചെയ്യും എങ്ങോട്ടാ പോകുന്നത്. ഇന്നത്തെ ദിവസത്തിന് ഈ ട്രിപ്പിനെ പറ്റിയിട്ട് എന്താ എനിക്ക് പറയാനുള്ളത്? എന്താണ് ഉസ്സലോട് സംഭവിച്ചത്? എന്താണ് ഈ ട്രിപ്പിനെ പറ്റി പറയാനുള്ളത്? ട്രിപ്പ് നല്ല അഭിപ്രായമാണ്, നല്ല ട്രിപ്പാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്തായാലും പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടിയില്ല, അത് വലിയ പ്രതീക്ഷയല്ലേ. റിയാസേ, ഈ ട്രിപ്പിനെ പറ്റിയിട്ട് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഈദുൽ ഫിത്തറിന്റെ ട്രിപ്പ് അറഫ ടീമായ 2016-15 ബാക്കി കിട്ടേണ്ടത് മറ്റേ നിന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി, നീ സ്ക്രിപ്റ്റ് പറയണ്ട. ട്രിപ്പ് നമ്മൾ തുടങ്ങിയിട്ടല്ലോ, നമ്മൾ ഉഷാറാക്കാൻ പരിപാടി. നല്ലൊരു അഭിപ്രായമാണ്. ശ്രീനേശാണ് ഇതിന് നയിക്കുന്നത്. അതെ അല്ലേ? എന്താണ് എക്സ്പെക്ട് ചെയ്യണത് ട്രിപ്പില്? എക്സൈറ്റഡ് ആണോ? അതെ, ബന്ധം നിലനിർത്താം. ഈ 2 ലൈറ്റിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് നൈസ? ശ്രീനേഷ് സെലക്ട് ചെയ്ത ലൈറ്റ് ആണ്. ഇത് കൊണ്ടിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. മറ്റേ സ്വിച്ച് ഓൺ ആക്കി കത്തും. എന്തിനൊക്കെ ഒന്ന് കടിച്ചടാ. കടി ആർക്കും വലിയ താല്പര്യം കാണുന്നില്ല. ആണോ? ഒരു ഹമ്മസ് വേണം. താങ്ക് യു ഗായ്സ്. സമയം ഇപ്പോൾ 7:15.
ഇപ്പോഴാണ് നമ്മൾ നെസ്റ്റോന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് ഇറങ്ങണത്. ഇനി ഹത്തേക്കാട്ടോ പൈതവേ നമ്മൾ പോണത്. ഹത്തെത്തി അവിടെ നോക്കിയിട്ട് ഏത് നേരത്തെ എത്താനാണോ എന്തോ. എന്തായാലും സേഫായിട്ട് അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. 2 hours later. 2 കിലോമീറ്ററാ. നമുക്ക് ലൊക്കേഷൻ വിടല്ലേ? അതേപോലെ വലിയ കാര്യത്തില് ഫിറോസിനെ ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞില്ലേ, 5 വട്ടം തെറ്റിച്ചപ്പോ ഫിറോസ് പറയണേ ഫിറോസ് പറയണേ ഈ നിറക്കിട്ട് ഞാൻ അവിടെ നടന്നു നോക്കോണ്ട്. 2 hours later. അപ്പൊ ഗൈസ് നമ്മള് ടെന്റിനുള്ള സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് എനിക്ക് ഈ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? വൈകി വന്ന വേളയിൽ I'm really excited and really tremendously happy about this camping. It's not about the camping actually. It's all about gathering with my old friends. My outfits. So you're saying you're excited and happy at the same time? Tremendously happy. Tremendously happy. You know what's the meaning of tremendously happy? I don't know. You don't know? Because Mr. Firoz, can you just explain him? അത് പറഞ്ഞുതരാം. അതെ, അത് കുറച്ച് ഇരിക്കാണ്ടായി. രാത്രി രണ്ടിലെടുക്കുമ്പോ പറഞ്ഞുതരാന്ന് ഷാഫിയ. എങ്ങനെ ഉഷാറാണ്. റിയാസിനാ ഫസ്റ്റ് ടൈമാ? സ്ക്രിപ്റ്റ് എഴുതിയതായോ? ഇതിങ്ങനെ ചോദിക്കുമ്പോ ഓൺ സ്പോട്ടിൽ കിട്ടണ്ടപ്പോ എടാ ഓൺ സ്പോർട്സിലാണ്. എനിക്കെന്താ പറയാ ഷാഫിയ? ആ ആദ്യം ഹാപ്പിയാണോ? പിന്നല്ല പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആണ് ആദ്യം. അപ്പൊ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അത് പ്രതീക്ഷയില്ല എല്ലാം ശരിയാവുന്നു നമുക്ക്. ഓക്കെ. ആ വെള്ളം വേണം, വെള്ളം കഴിയാതെ ഒരു ഒന്ന് മേടിച്ചാൽ മതി. ഫിറോസേ നിയാസ് കുറെ നേരം കഴിക്കും. അവിടെ കഴിക്കാൻ പഠിക്കണ ഒരു വണ്ടി കഴിക്കാനുള്ളതാണ്, ഇനി കഴിക്കാൻ മേടിക്കണ്ട. ശ്രീനാശേ, നീ മേടിച്ച 2 ബൾബ് കത്തണില്ല, അതിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം, നല്ല അഭിപ്രായം. അതെ. എന്താണ് ഫിറോസ് കാണിക്കുന്നത്? അവിടെ തിരക്കാണ്. തിരക്ക് കൊണ്ട് സോസേജ് പഠിച്ചു വിടുക. അതെ. 9. ഗുഡ് നൈറ്റ്. എന്താ എന്തിനാ? ഓക്കെ. ഞാൻ എന്റെ വൈൻഡപ്പ് ചെയ്യട്ടാ വ്ളോഗ്. അപ്പൊ ഗൈസ് സമയം 3 മണിയായി. അപ്പൊ നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. നാളെ രാവിലെ സൺറൈസ്, ഏതെങ്കിലും ഭാഗത്ത് സൺറൈസ് ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് നമ്മൾ എണീക്കുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ 8 മണിയായി. സൺറൈസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ആരും നീച്ചൊന്നുമില്ല. നല്ല ഉദിച്ച് നിൽക്കുന്ന വെയിൽ തട്ടിയപ്പോഴാണ് എല്ലാവരും നീച്ചത്. എല്ലാവരും ഇപ്പോൾ ഒന്ന് ഫ്രഷായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ക്രൊസൻറ്റ് കൊടുത്തിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് മെല്ലെ ഇവിടെ നിന്ന് വിടാനുള്ള പരിപാടിയാണ്. എല്ലാവരും വെയിൽ കൊണ്ട് നാറും. നല്ല വ്യൂ ആണ് ആക്ച്വലി. ഇന്നലെ രാത്രിയൊക്കെ നൈസ് വ്യൂ ആയിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. അതുമാത്രമല്ല നക്ഷത്രങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ വേണമെങ്കിൽ രാത്രി എടുത്ത 2-3 പിക്സ് ഇതിൽ ആഡ് ചെയ്യാം. നല്ല നൈസായിരുന്നു. ടെൻ്റ് എന്നുള്ള വ്യൂ നല്ലൊരു വ്യൂ ആയിരുന്നു നൈറ്റ്. ഇപ്പോൾ കുറച്ച് വെയിലടിക്കുന്നുണ്ട്, കുറച്ച് ചൂടുണ്ട്. അപ്പോൾ ഇവിടെ അത്ര നിൽക്കുന്നത് വലിയ വൈബില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വെയിലത്ത് തന്നെ അടുത്ത സ്പോട്ടിലെത്തിക്കുകയാണ്. അല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് പറ്റുന്ന പോലെ എൻജോയ് ചെയ്യുക, പറ്റുന്ന പോലെ സ്പോട്ടിൽ പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹത്ത ഹിൽസ് പാർക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത തന്നെ ഇവിടെ എന്തും ഫ്രീ ആണെന്നാണ് പറയണത്. എന്തും ഫ്രീ ആണ്. ഇവിടെ ടർഫുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, എല്ലാം ഇവിടെ ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ വൈകിട്ട് വരെയായിരിക്കും
ഒന്ന് വൈബാവുക. കാരണം അത് അങ്ങനെ കാണാനുള്ളതുണ്ട് വൈകിട്ട്. ഈ നട്ടുച്ച വെയിലത്തൊന്നും അങ്ങനെ കാര്യമില്ല. ഓക്കെ. അപ്പോൾ കഴിച്ച് നമ്മൾ പൂളിലത്തെ ചാട്ടും പുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ പോവാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിച്ചിട്ട് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, എല്ലാവരും പോവുകയാണെന്ന്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. തുടക്കത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം കിട്ടി. എല്ലാവരും ഹാപ്പിയാണ്. നല്ല അഭിപ്രായം. എന്താ പറയാ നോക്കണ്ട, അവസാനിച്ചെന്ന് ആരും വിചാരിക്കണ്ട. ഇതിന് മെയിൻ ഒരു സാധനം ഉണ്ട്, അതല്ലേ.